പലരും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നേരെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാറുണ്ട്. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴാണ് അതേപ്പറ്റി ചിന്തിക്കുന്നത്. തുടക്കം നന്നായാൽ പാതി വിജയിച്ചു എന്നാണല്ലേ. ഞാൻ ജോൺസി ജോസഫ്, ബ്രാൻഡ് എക്സ്പേർട്ടാണ്. ഒരു സംരംഭം തുടങ്ങി അത് വിജയിക്കുന്നതിനായി കുറച്ച് പ്ലാനിങ്ങുകളും പഠനങ്ങളും ആവശ്യമാണ്. എല്ലാ ബിസിനസ്സും തുടങ്ങുന്നതിന് മുമ്പ് സംരംഭകൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാവും. സാധാരണ ഈ ഐഡിയകളെല്ലാം വർക്കാകുമെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ചില ഐഡിയകൾ പ്രാക്ടിക്കലാകാതെ വരാറുണ്ട്. നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ കെട്ടാറുണ്ടല്ലേ. അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ വീടിന് ഉറപ്പ് കുറയും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ അതിനൊരു കോംപ്രമൈസും ചെയ്യാറില്ല. അതുപോലെ തന്നെയാണ് ബിസിനസ്സും. ഏതൊരു സംരംഭത്തിൻ്റെയും വിജയത്തിൻ്റെ അടിത്തറയാണ് വ്യക്തമായ പ്ലാനിങ്. ഓരോ ബിസിനസ്സിനെയും അതിന് വേഗത്തിൽ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് സഹായിക്കുന്നൊരു ഗൈഡ് ലൈനാണ് ഈ പ്ലാനിങ്. ഈ ഗൈഡ് ലൈൻ ഉപയോഗിച്ചാണ് നമ്മളതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം ഒരു സംരംഭകൻ എന്ന നിലയിൽ നമ്മെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഓപ്പൺ മൈൻഡ് ആയിരിക്കുക എന്നത്. നമ്മുടെ ഐഡിയയെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന എല്ലാവരും വൗ ഗ്രേറ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കാനാണ് എനിക്ക് നിങ്ങൾക്കും ഇഷ്ടം അല്ലേ. പക്ഷേ നമ്മുടെ ഐഡിയകളെ ചോദ്യം ചെയ്യുന്നവരാണ് നമ്മളെ വിജയിപ്പിക്കുന്നത്. നമുക്ക് സജഷൻസ് തരുന്നവർ നമ്മളെ കൂടുതൽ ബെറ്ററായി തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൺ മൈൻഡ് ആയിരിക്കുക എന്നതാണ് വളരെ പ്രധാനം. അടുത്തതായി നമ്മുടെ ബിസിനസ് ഐഡിയയെ ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ്. ഈ ഐഡിയ ഇവാലുവേഷന് മാർക്കറ്റിൽ വ്യക്തമായൊരു ഘടനയോ ഫോർമാറ്റോ ഒന്നുമില്ല. ഓരോ ബിസിനസ്സിൻ്റെയും സ്വഭാവവും മാർക്കറ്റും പൊസിഷനും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കേപ്പബിലിറ്റി, കഴിവ്, നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ അത് വിൽക്കുന്നതിനാവശ്യമായ ഒരു സ്കില്ലുണ്ടാവണം, അതിനാവശ്യമായ അറിവുണ്ടാവണം, എക്സ്പീരിയൻസ് ഉണ്ടാവണം, എക്സ്പേർട്ടിസം അതായത് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മുടെ ബിസിനസ് മോഡൽ എങ്ങനെയായിരിക്കണം, മാർക്കറ്റിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, നമ്മളിതിലെങ്ങനെ ഇന്നൊവേഷൻ കൊണ്ടുവരാം, നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആളുകൾ എവിടെയാണ്, ഇതിനെ എങ്ങനെ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാം, ഇത് സ്കെയിൽ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ഇതിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത്തരം അറിവുകൾ നമുക്കുണ്ടായാൽ ബിസിനസ്സുമായ ഒരു അലൈൻമെൻറ്റ് നമുക്ക് വരും. ഓരോ ബിസിനസ് ഐഡിയയും വളരെ സാധ്യതകൾ നിറഞ്ഞതാണ്. എന്നാൽ അതോടൊപ്പം ഒരു കൂട്ടം വെല്ലുവിളികളും വന്നേക്കാം. ഈ അറിവുകൾ ഈ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യാമെന്നും അതിന് സൊല്യൂഷൻ എവിടെ കിട്ടുമെന്നും ഒക്കെയുള്ള വ്യക്തമായൊരു ധാരണ സംരംഭകന് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.